ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യവും ഏറ്റവും ശക്തമായ വികാരം വിശപ്പുമാണ് എന്നതിനെ അടിവരയിടുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. വിശപ്പിൻ്റെ കഥകൾ. വിശപ്പും ദാരിദ്ര്യവും ഒക്കെ കൊടികുത്തി വാണിരുന്ന ഇന്നലകളെ ഓർമ്മിപ്പിക്കുന്ന കഥകൾ. മലയാള കഥാനഭസിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളായ MP നാരായണപിള്ള, MT, കാരൂർ, അതുപോലെ തന്നെ M മുകുന്ദൻ, UA ഖാദർ എന്നിവരൊക്കെ വിശപ്പ് പ്രമേയമാക്കി എഴുതിയിരിക്കുന്ന 14 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. എല്ലാ കഥകളും തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നവയാണെങ്കിലും ഇതിലെ MP നാരായണപിള്ളയുടെ കള്ളൻ എന്ന കഥയെക്കുറിച്ച് ഒന്ന് പരാമർശിക്കണമെന്ന് തോന്നുന്നു. ഈ പുസ്തകത്തിലെ കള്ളൻ എന്ന കഥയിലെ കള്ളന് പേരോ മേൽവിലാസമോ ഒന്നുമില്ല. ഈ കള്ളൻ ചെയ്തതും ചെയ്യാത്തതുമായ കുറ്റങ്ങൾക്ക് ജയിൽവാസം കഴിഞ്ഞ് പോലീസുകാരുടെ മർദ്ദനമൊക്കെ ഏറ്റ ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവന് ആരും ഒരു പണിയും കൊടുക്കുന്നില്ല. ജയിലിൽ നിന്ന് വന്ന കള്ളൻ ആര് പണി കൊടുക്കാനാണ്? അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് വല്ലാതെ അധികരിച്ചു. വീണ്ടും നിവൃത്തികേടുകൊണ്ട് അയാൾ മോഷണത്തിനിറങ്ങുകയാണ്. ഇത്തവണ വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഒരു വീടിൻ്റെ പിന്നിലുള്ള മരത്തിലൂടെ ഊർന്നിറങ്ങി അതിൻ്റെ അടുക്കളയിലേക്ക് ഇറങ്ങി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ കുറച്ച് ചോറും കറികളും ഒക്കെ ഉണ്ട്. എല്ലാം എടുത്ത് മുൻപിൽ വെച്ച് അടുക്കളയിൽ പലകയിട്ടിരുന്ന് വിസ്തരിച്ച് കഴിച്ചു. 2 ദിവസത്തെ അലച്ചിലും പട്ടിണിയും ഒക്കെ കഴിഞ്ഞതോടെ വല്ലാതെ ക്ഷീണിച്ച കള്ളൻ വയറും കൂടി നിറഞ്ഞതോടെ ഒരു മന്ദതയിലായി. എന്തിനേറെ പറയണം, അവിടെ കിടന്ന് കക്ഷി ഉറങ്ങിപ്പോയി. ഒരു തൊഴി കിട്ടിയപ്പോഴാണ് ഉണർന്ന് എഴുന്നേറ്റത്. നോക്കുമ്പോൾ അതാ കയ്യിൽ ഇയാളെ തല്ലാൻ ഒരു പത്തലുമായി ഗൃഹനാഥൻ എന്ന് തോന്നിക്കുന്ന ഒരാളും അവിടുത്തെ 2 സ്ത്രീകളും കൂടി നിൽക്കുന്നുണ്ട്. അയാൾ പരുഷമായി ചോദിച്ചു, "നീ ആരാ?" കള്ളൻ: "എന്തിനാ നീ ഇവിടെ വന്നത്?" "അല്പം വറ്റു തിന്നാൻ വേണ്ടിയിട്ടാണ്, വിശന്നിട്ട് വയ്യ." "എന്നിട്ട് തിന്നോ?" "തിന്നു." "ഉറങ്ങിയോ?" "ഉവ്വ്." ഇത്രയും ആയപ്പോഴേക്കും ഗൃഹനാഥൻ തൻ്റെ കയ്യിലെ പത്തൽ, അതായത് ഈ കള്ളനെ അടിക്കാൻ വേണ്ടി എടുത്ത് പത്തൽ താഴെയിട്ടു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നടക്ക്, പൊയ്ക്കോ." കള്ളനാകട്ടെ തല കുനിച്ച് മുൻപോട്ട് നടക്കുകയാണ്. കുറച്ചൊന്ന് മുൻപിൽ ചെന്നിട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 3 പേരും കള്ളനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പോലീസുകാർ നഖത്തിനിടയിലേക്ക് സൂചി കയറ്റിയപ്പോഴോ തുട വരഞ്ഞ് കുരുമുളക് തേച്ചപ്പോഴോ ഒന്നും അനുഭവിക്കാതിരുന്ന ഒരു നീറ്റലും ദുഃഖവും അന്ന് ആദ്യമായി കള്ളൻ്റെ മനസ്സിലുണ്ടായി. അതായത് വല്ലാത്തൊരു നിസ്സഹായത. ഈ കഥ വായിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അജ്ഞാതനായ ആ ഗൃഹനാഥൻ്റെ മനുഷ്യത്വവും അതോടൊപ്പം തന്നെ ഈ കള്ളൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഉരുവാകുന്ന ഒരു നീറ്റലുമൊക്കെ നമുക്കും വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. മലയാളത്തിലെ തന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും റിയലിസ്റ്റിക്കായ ഒരു കള്ളനെയാണ് നമ്മൾ, ഹൃദയസ്പർശിയായ ഒരു കള്ളനെയാണ് ഈ കഥയിൽ കാണുന്നത്. സാക്ഷാൽ MD വാസുദേവൻ നായർ പറഞ്ഞത്, അസൂയയോടെ പറഞ്ഞത്രേ, "ഈ കഥ എനിക്കെഴുതാൻ പറ്റിയില്ലല്ലോ" എന്ന്. ഇതിൽ ഒട്ടും അതിശയമില്ല എന്ന് ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കും തോന്നും. ഈ പുസ്തകത്തിലെ അടുത്തൊരു കഥ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥയാണ്. അതായത് കഥാകാരൻ്റെ ജന്മദിനത്തെക്കുറിച്ച് തന്നെയാണ് കഥ. ഇദ്ദേഹം അന്യനാട്ടിലാണ് താമസം, ജോലിയൊന്നുമില്ല, കയ്യിൽ കാൽക്കാശില്ല. ജന്മദിനത്തിൻ്റെ അന്ന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ചിലവഴിക്കുന്ന ഒരു ദിവസമാണ് കഥാതന്തു. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല. എന്നും പതിവായി ചായ കുടിക്കുന്ന കടയിലെത്തി ചായ ചോദിച്ചപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞത്രേ, "ഇതേവരെ തരാനുള്ള പൈസ തരാതെ കടം തരണ്ട" എന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നിറങ്ങി. അപ്പോഴാണ് ഓർത്തത്, ഉച്ചയ്ക്ക് ഊണിന് 2 ദിവസം മുൻപേ ധനികനായ ഒരു സുഹൃത്ത് ക്ഷണിച്ചിട്ടുണ്ട്. വിശപ്പ് സഹിക്ക വയ്യാതെ 11 മണിക്ക് തന്നെ ഒരുങ്ങി വസ്ത്രമൊക്കെ മാറി ആ വലിയ വീടിൻ്റെ മുൻപിൽ ചെന്നു. അപ്പോൾ അതാ ആ സുഹൃത്തിൻ്റെ മകൾ വന്നിട്ട് പറയുന്നു, "ബാപ്പ ഇവിടെ ഇല്ല, സന്ധ്യയ്ക്കേ വരൂ, അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്." അവിടെ നിന്നും തിരിച്ചിറങ്ങി വിവശനായി വഴിവക്കിലിരിക്കുമ്പോൾ പരിചയക്കാരനായ ഒരു പയ്യൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു നാണയം എടുത്തു കൊടുത്തു. അതുകൊണ്ട് പോയി ഒരു ദോശ വാങ്ങിക്കഴിച്ചു. എന്നിട്ടും നമ്മുടെ കഥാകാരൻ്റെ വിശപ്പടങ്ങിയില്ല. വാടക മുറിയിൽ വന്ന് തളർന്നുറങ്ങുമ്പോഴാണ് അടുത്ത വാടക വീടിൻ്റെ അടുക്കളയിൽ നിന്നും എണ്ണയിൽ കടുക് വറക്കുന്നതിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധം. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പുറത്തെ പാചകക്കാരൻ അടുക്കള കതക് ചാരി കുളിക്കാൻ പോവുകയാണ്. ആ നേരം നോക്കി നമ്മുടെ കഥാകാരൻ അതിനകത്ത് കയറി കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്നു. പെട്ടെന്ന് തന്നെ തിരികെ വന്ന് തളർന്നു കിടന്നു വീണ്ടും ഉറങ്ങുകയാണ്. ആരോടും കടം ചോദിക്കരുതെന്ന് ആഗ്രഹിച്ച തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കേണ്ടി വന്ന ഗതികേടിനെ ഓർത്തിട്ടാണ് അയാൾ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയത്. പ്രിയമുള്ളവരെ, കാളുന്ന വിശപ്പിനെ
കൊത്തി വലിക്കുന്ന നർമ്മത്തിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച ഈ വലിയ കഥാകാരൻ്റെ മുൻപിൽ കൈകൂപ്പുകയല്ലേ നമുക്ക് ചെയ്യാനാവുന്നത്? ഈ പുസ്തകത്തിലെ U.A. ഖാദറിൻ്റെ ഹാജി ബാബ എന്ന കഥയെക്കുറിച്ച് കൂടി പറയാതെ വയ്യ. എഴുത്തുകാരനും ഭാര്യയും കൂടി ഹജ്ജ് കർമ്മത്തിനായി സൗദി അറേബ്യയിലെത്തുന്നു. അവിടുത്തെ കൊടും ചൂടിൽ പലപ്പോഴും തീർത്ഥാടകർ തലകറങ്ങി വീഴുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ കർമ്മത്തിനായി നടക്കുമ്പോൾ ടാറിട്ട റോഡിൻ്റെ ഇരുവശത്തും കൊച്ചുകുട്ടികൾ 4-5 വയസ്സുള്ള കുട്ടികളെ ഭിക്ഷാടനത്തിനായി ഇരുത്തിയിരിക്കുന്നത് കരളലിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. മിക്കതും കറുത്ത വർഗ്ഗക്കാരുടെ കുട്ടികളാണ്. അവരിങ്ങനെ കടന്നു പോകുന്ന തീർത്ഥാടകരെ നോക്കി ഹാജി ബാബ ഹാജി ബാബ എന്നിങ്ങനെ ദയനീയമായിട്ട് വിളിക്കുന്നുണ്ട്. ചിലരൊക്കെ റിയാലുകൾ ഇട്ട് കൊടുക്കുന്നു. അവരത് ആശയോടെ പെറുക്കിയെടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി, ഏതാണ്ട് 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, അത്രയും കടുത്ത വെയിലത്തിരുന്ന് കണ്ണടച്ചുറങ്ങുന്നത് പോലെയാണ് നമ്മുടെ കഥാകാരന് തോന്നിയത്. അവനോട് അലിവ് തോന്നി. വെളുത്ത വർഗ്ഗക്കാരിയായ തീർത്ഥാടകയായ ഒരു സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തണുത്ത വെള്ളം അവൻ്റെ മുഖത്ത് കുടയുന്നു. അതോടൊപ്പം അവരുടെ ബാഗിൽ നിന്നും ഒരു ജ്യൂസിൻ്റെ പാക്കറ്റ് എടുത്ത് അവന് കുടിക്കാൻ കൊടുക്കുന്നു. ഉണർവോടെ അവൻ വീണ്ടും ഹാജി ബാബ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും നേരെ കൈ നീട്ടാൻ തുടങ്ങി. എന്തായാലും അപ്പോഴേക്കും ഒരു തടിച്ച സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ കുട്ടി ആവശ്യത്തിന് കാര്യമായി ഭിക്ഷ യാചിക്കുന്നില്ലെന്നോ എന്തോ തോന്നിയിട്ടാവാം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ടോർച്ച് കൊണ്ട് ഈ കൊച്ചു കുട്ടിയുടെ തലമണ്ടയ്ക്ക് ഒരു അടി കൊടുത്തു. അതിൻ്റെ ശബ്ദം കേട്ട് തീർത്ഥാടകർ പോലും ഞെട്ടിപ്പോയി. കുട്ടി നിലം പതിച്ചു. അവൻ നിശബ്ദനായി അവിടെ കിടക്കുകയാണ്. അപ്പോഴത് എങ്ങും നിന്നോ ഒരു പോലീസ് വണ്ടി ദൂരെ പ്രത്യക്ഷപ്പെടുന്നു. പോലീസ് വണ്ടി കണ്ട ഉടനെ തന്നെ ഭിക്ഷാടനത്തിലിരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളെന്ന് അഭിനയിച്ചിരുന്നവരുമൊക്കെ സ്ഥലം വിട്ടു. ഈ ടാറിട്ട റോഡിൽ വീണ് കിടന്ന കുഞ്ഞു ശരീരത്തെ മാത്രം അവകാശപ്പെടാൻ ആരും എത്തിയില്ല. പോലീസുകാർ ഈ കുട്ടിയെ താങ്ങിയെടുത്ത് ജീപ്പിലേക്കിട്ട് കൊണ്ടുപോവുകയാണ്. വണ്ടി മറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാകാരൻ ഈ കുട്ടിക്ക് ആദ്യം സഹായിച്ച ആ വെളുത്ത വർഗ്ഗക്കാരിയായ തീർത്ഥാടകയോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ചുറ്റുപാടും നിൽക്കുന്നവരാരും തന്നെ ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളൊന്നുമല്ല. ഇവരൊക്കെ ബിസിനസ്സുകാരാണ്. ഈ കുഞ്ഞിനെ എവിടെ നിന്നെങ്കിലും തട്ടിക്കൊണ്ടു വന്നതായിരിക്കും. അപ്പോഴും ആ കുഞ്ഞിൻ്റെ ദയനീയമായ മുഖം, വിശപ്പും ദാരിദ്ര്യവും വിളിച്ചോതുന്ന അവൻ്റെ ആ മുഖത്തെ ദയനീയതയായിരുന്നു നമ്മുടെ എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നു, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ദയനീയ ഭാവം എനിക്ക് മറക്കാൻ സാധിച്ചില്ല എന്നാണ്. ഒരുപക്ഷെ ഈ കഥ വായിച്ചവസാനിപ്പിക്കുമ്പോൾ നമുക്കും അത് മറക്കാനാവില്ല. വല്ലാത്തൊരു മരവിപ്പ് നമ്മളെയും ബാധിക്കും. പ്രിയമുള്ളവരെ, ആഗോളവൽക്കരണത്തിൻ്റെയും ആഭ്യന്തര യുദ്ധങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ ഇക്കാലത്ത് വിശപ്പും ദാരിദ്ര്യവുമൊക്കെ വീണ്ടും ദുരന്തമായി നമ്മുടെ ഇടയിലേക്ക് വരുമോ എന്ന ഒരു മരവിപ്പ് ഈ പുസ്തകത്തിലെ കഥകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും.